ഫ്രണ്ട്സ്, അങ്ങനെ ഏകദേശം 168 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഡിങ്കിളിൽ ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. ഡിങ്കിൾ ഇവിടെ ഞങ്ങൾ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡിസംബർ 30-ഉം 31-ഉം എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇവിടെ ഭയങ്കര ബുക്കിംഗ് ആയിരുന്നു. ഇവിടെ ഒരു ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് കാണാൻ പറ്റുമെന്നും അറിയത്തില്ല. എന്നാലും നമ്മൾ ഡിങ്കിളിൽ ഒരു ജസ്റ്റ് ഹോളിഡേ പോലെ ന്യൂ ഇയറിനോട് അനുബന്ധിപ്പിച്ച് ജസ്റ്റ് ഒരു ഹോളിഡേ പോലെ ന്യൂ ഇയർ ആയതുകൊണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പം ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ ഫ്രണ്ടിലെത്തിയേക്കുവാണ്. അപ്പം നമുക്കിനി അകത്തോട്ട് കയറാം. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കേട്ടോ. ഇവിടെ നല്ല കാറ്റുണ്ട്. ഇതൊരു ബീച്ചിൻ്റെ സൈഡിലാണ്. അപ്പം നമുക്ക് ഭയങ്കര അക്കോമഡേഷൻ എല്ലാം ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു ലോഡ്ജ് പോലത്തെ ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. ബെഡ്റൂമും പിന്നെ ഷെയർഡായിട്ടുള്ള കിച്ചണും പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് പബ്ബും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ പോരാത്തതിന് കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേയും കൂടെ വരുവാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു 31-ാം തീയതി നൈറ്റ് കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേ നമ്മൾ ഈ ഹോളിഡേ ലൊക്കേഷനിൽ സ്പെൻഡ് ചെയ്യാന്ന് കേട്ടോ. അപ്പോൾ ഇതൊരു ലോഡ്ജ് പോലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ലോഡ്ജ് പോലത്തെ സ്ഥലമായതുകൊണ്ട് ജസ്റ്റ് ഒരു ഇതാണെന്ന് വെച്ചാൽ ഒരു റൂമാണ്. പക്ഷേ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. ഇതിൽ നമുക്ക് ഡബിൾ ബെഡും ഉണ്ട്. അതുപോലെ ടി വി ഉണ്ട്. ഇതാണ് കുഞ്ഞസിന് ഒരു ബെഡും ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു റൂമും 2 days നമ്മളിവിടെ സ്റ്റേ ചെയ്യുക. കുഞ്ഞൂസിന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനും അതുപോലെ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് ജസ്റ്റ് ഒരു ഹോളിഡേ പോലെ ഡിങ്കിളിൽ നമുക്കൊരു ഹോളിഡേ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ ന്യൂ ഇയറിന് ഭയങ്കര ബുക്കിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ലാസ്റ്റ് ഞങ്ങൾ ഇതുപോലത്തെ ഒരു ലോഡ്ജാണ് എടുത്തത് കേട്ടോ. പക്ഷേ സ്റ്റിൽ അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ 5:30 അപ്പം ഓൾറെഡി ഇരുട്ടി തുടങ്ങി, കാരണം വിൻ്റർ ആയതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവർക്ക് ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ കൊടുത്തൊന്ന് സെറ്റിൽ ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി കുറച്ച് നേരം പുറത്തൊക്കെ സ്പെൻഡ് ചെയ്യും. അവിടെ അപ്പുറത്ത് ഒരു പബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരും വൈബൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ കിച്ചൺ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇതാണ് നമുക്ക് തന്നേക്കുന്ന കിച്ചണും കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. മറ്റേ സീരിയൽസും അതുപോലെ എഗ്ഗും മൈക്രോവേവും ബ്രെഡും ജാമും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർ, എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജ് എല്ലാം ഉണ്ട്. ഇത് എടുത്തോളാൻ പറഞ്ഞായിരുന്നു കേട്ടോ, യൂസ് ചെയ്യാൻ. ഫ്രിഡ്ജിൽ മിൽക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുഞ്ഞൂസിന് ഫുഡൊക്കെ കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ അവിടുത്തെ ഫ്രണ്ടിലുള്ള പബ്ബ്, ഇത് കോസ്റ്റ് ഗാർഡ് ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണേ. ശരിക്കും ഇവിടെ തന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു കിട്ടാൻ. പക്ഷെ ലാസ്റ്റ് മൊമെന്റിലായിരുന്നു ഇവിടെ സ്പേസ് വന്നിട്ട്. ഇത് കോസ്റ്റ് ഗാർഡ് ലോഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ, ഡിങ്കിളിൽ കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടുത്തെ പബ്ബിൽ വന്നിട്ട് തൊട്ടടുത്ത് ഞങ്ങൾക്ക് പബ്ബുണ്ട് കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന ലോഡ്ജിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ 2 പൈൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചല്ലേ, 2 ബിയർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ലോക്കൽ പബ്ബാണ്. ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ ഫാമിലി ആയിട്ട് തന്നെ കുട്ടികളെയൊക്കെ കൊണ്ട് ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ, കുറച്ച് അപ്പുറത്തായിട്ട്. അപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഞങ്ങൾ 6:30 ആയതേ ഉള്ളൂ. നമുക്കിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. 6:30 ആയിട്ടേ ഉള്ളൂ. അപ്പം നമുക്കെന്തായാലും വെറുതെ അവിടെ അങ്ങ് കാണുന്നത് കടലാണ്. അപ്പം പുറത്ത് നല്ല കാറ്റുണ്ട്, പക്ഷെ നമുക്കൊട്ടും അറിയുന്ന പോലുമില്ല. നല്ല ചൂടും
നല്ല കോസിയാണ് ഇവിടെ. അപ്പം നമ്മൾ എന്തായാലും എൻജോയ് ചെയ്യട്ടെ കുറച്ച് നേരം. നല്ല റിലാക്സ്ഡ് ആണ്. ഹാർട്ട് കണ്ടു, ഡാഡി കണ്ടു. ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് ഹാർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇവിടെ ഉള്ളവർ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് കുട്ടികളെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് എന്ന് വെച്ചാൽ ഒരു ഗ്യാതറിങ് പോലെ കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് സൺഡേ അല്ലേ? ഇന്ന് എന്ന് വെച്ചാൽ ഇന്ന് ഹോളിഡേ ആണല്ലോ. ഹോളിഡേ യെസ്. എനിക്കൊന്ന് നാളെ കുഞ്ഞൂസിന്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യും. പിന്നെ ഇവിടെ ഉള്ളവർ ഹോളിഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നേരത്തെ വന്നിട്ട് റിലാക്സ് ചെയ്ത് ഇങ്ങനെ കുട്ടികളെയൊക്കെ കൊണ്ട്. പിന്നെ അവിടെ കൊച്ചുങ്ങളാണെങ്കിലും പൂൾ ടേബിളൊക്കെ കളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്തൊക്കെ. ഇത് അതിൻ്റെ അപ്പുറത്തുണ്ട്. പിന്നെ കുട്ടികൾ ഇവരുടെ ഇവിടെ വന്നിരുന്ന് മിവാടിയൊക്കെ കഴിക്കുന്നുണ്ട്, മറ്റേ ജ്യൂസ് പോലത്തെ സാധനങ്ങൾ. അങ്ങനെ കുഞ്ഞൂസിന് ഞങ്ങൾ പ്രിങ്കിൾസൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഇരിക്കുക. നല്ല വെൽക്കമിങ് ആണെന്ന് തോന്നുന്നല്ലേ ഇവിടുത്തെ ആൾക്കാർ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പിറ്റേന്ന് മോർണിംഗ് കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. യെസ്, 4 ആണ് കുഞ്ഞൂസ്. കണ്ടോ, 4 ബലൂൺ. പിന്നെ നമ്മളൊരു 4ന്റെ കേക്കാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഒരു കുഞ്ഞു വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളെന്തായാലും അത് ഇത് എടുക്കുമ്പോൾ ഓപ്പൺ ഇത് ചെയ്യാം. തലമുടി ഇതാക്കല്ലേ കുഞ്ഞു, മമ്മി ആദ്യമേ ക്യാൻഡിൽ ഇത് ഇതാക്കണേ. അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ നന്നായിട്ട് കിടന്നുറങ്ങി, പബ്ബിലൊക്കെ പോയിട്ട് വന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്നാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റിട്ട്, നേരത്തെ എന്ന് വെച്ചാൽ ഇച്ചിരി റിലാക്സ് ചെയ്ത് എഴുന്നേറ്റിട്ട് കുഞ്ഞൂസിന് ബർത്ത്ഡേ, ഒരു ചെറിയ ബർത്ത്ഡേ വിഷ് എന്തേലും ഇത് ചെയ്തേ. വിഷ് എന്തേലും മനസ്സിലായി? കുഞ്ഞൂസിന് എന്താ വിഷ്? നെക്സ്റ്റ് വിഷ് നെക്സ്റ്റ് വിഷ് എന്നാ വേണം നിനക്ക്? എന്ത് വിഷ്? വാട്ട് ഈസ് യുവർ വിഷ്? കട്ട് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ റെഡി? ആദ്യം കുഞ്ഞൂസ് ഈ ക്യാൻഡിൽ ബ്ലോ ചെയ്യണം കേട്ടോ. ഇത് ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ലിയാന, happy birthday bless you, happy birthday bless you, happy birthday, happy birthday, happy birthday Liana. Yay, happy birthday Liana. Yes, happy birthday Liana. Close ആയിട്ട് close ആയിട്ട്. ഓക്കെ, വെരി ഗുഡ്. ഗുഡ് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ലിയാന. നീ ഇത് മാറ്റിക്കോ. ഇത് മാറ്റിയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ഈ ക്യാൻഡിൽസ് ഒക്കെ മാറ്റി. ഓക്കേ. യെസ്, കട്ട് ചെയ്തോ. കട്ട് ചെയ്തോ. Happy birthday, happy birthday, happy birthday to you. ഇവിടെ കട്ട് ചെയ്യുന്നത്.
ഇലച്ചെടുത്ത് വെച്ചെടുത്തേ അവളുടെ വായിൽ. ഗുഡ് ഗേൾ. ആ ഇനി ഇത് പിടിച്ചോ, ഡാഡി വെക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞപ്പി.